മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. മള്ളിയൂർവാസിനം ശാന്തം ജ്ഞാനവൈരാഗ്യഭൂഷണം ശ്രീഭാഗവതനിഷ്ണാതം നൗമിതം ലോകശങ്കരം. സദ്ഗുരുഭ്യോ നമഃ. യോന്തഃപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംനാ അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാന്നമോ ഭഗവത്തെ പുരുഷായ തുഭ്യം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ. ജനകായ നമോ നമഃ. ഗുരുഭ്യോ നമഃ. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും നമസ്കാരം. ഭാഗവതത്തിന്റെ ദ്വിതീയ സ്കന്ധത്തില് 6-ാമത്തെ അധ്യായം ആണ് നമ്മൾ അനുസ്മരിക്കുന്നത്. ഇപ്പോൾ അതില് 2 ശ്ലോകങ്ങളാണ് കഴിഞ്ഞ ദിവസം നമ്മൾ അനുസ്മരിച്ചത്. ബ്രഹ്മാവ് നാരദന് പറഞ്ഞു കൊടുക്കുന്ന ഉപദേശിക്കുന്നതായിട്ടുള്ള സൃഷ്ടി വർണ്ണനയുടെ തുടർച്ചയാണ് 6-ാമത്തെ അധ്യായം. വീണ്ടും ബ്രഹ്മാവ് അവിടെ പറയുകയാണ്, ഭഗവാന്റെ മുഖം എന്നുള്ളത് നമ്മളുടെ വാക്കുകൾ, ആ വാക്കിന്റെ ദേവതയായിട്ടുള്ള അഗ്നി, പഞ്ചഭൂതങ്ങളിൽ അഗ്നിയുടെയൊക്കെ ഉൽപ്പത്തി സ്ഥാനമാണ്, കാരണമാകുന്നത് ഭഗവാന്റെ മുഖമാണ്. പിന്നീട് പറഞ്ഞു, സപ്ത ധാതുക്കള് എന്നത് ഏഴ് ഛന്ദസ്സുകളുടെ ഉൽപ്പത്തി സ്ഥാനമാണ്. ഭഗവാന്റെ ധാതുക്കൾ, 7 ധാതുക്കള് നമ്മളുടെ ക്രമപ്പെടുത്തുന്നതായിട്ടുള്ള വാക് സമൂഹങ്ങളുടെ ഉൽപ്പത്തിക്ക് കാരണമാകുന്നു. പിന്നെ ഭഗവാന്റെ നാവ് എന്നുള്ള ജിഹ്വ ഇന്ദ്രിയം, ആ ജിഹ്വ ഇന്ദ്രിയം കൊണ്ട് അത് എന്തൊക്കെയാണ് അവിടുന്ന് പറയുന്നത്? ഹവ്യ, കവ്യ, അമൃത ആയിട്ടുള്ള 3 അന്നങ്ങളുടെയും പിന്നെ സർവ രസങ്ങളുടെയും, രസങ്ങള് ഷഡ്രസങ്ങൾ നമ്മൾ പറയാറുണ്ട് അല്ലെ? ഏതൊക്കെയാണ്? മധുരം, പുളി, ഉപ്പ്, കയ്പ്, എരിവ്, ചവർപ്പ്. ഇവയാണ് ഷഡ്രസങ്ങൾ എന്ന് പറയും. മധുര, ആമ്ല, ലവണ, കടു, കഷായ, തിക്ത ഭേദാൽ ഷഡ്വിധ രസഃ. ഇതാണ് ഈ നമ്മുടെ നാവിലുണ്ടാകുന്ന രസങ്ങൾക്ക് ഒക്കെ കാരണം എന്താണ്? ഭഗവാന്റെ നാവാണ് എന്ന് പറയാണ്. അപ്പൊ നമ്മൾ ഈ വിരാട് സ്വരൂപം എന്നുള്ളത് ഞാൻ ഇതിനു മുമ്പും സൂചിപ്പിച്ചിട്ടുണ്ട്. ധ്യാനം ചെയ്യുമ്പോൾ അല്ലെ, നമ്മൾ പറഞ്ഞു, കഴിഞ്ഞ ഇതിലൊക്കെ നമ്മൾ പറയാറുണ്ട്, എന്താണ് വിരാട് സ്വരൂപം എന്ന് പറയുമ്പോൾ വേറെ ഒരു പ്രതലത്തിൽ ഇങ്ങനെ വിടർന്നു നിൽക്കുന്ന ഒരു ഈശ്വരൻ നമ്മൾ കണക്കാക്കിയാൽ നമുക്ക് ഇതൊന്നും പിടികിട്ടില്ല. ഇതൊക്കെ ആരാണ്? ഈ വിരാട് സ്വരൂപം ആരാണ്? ഈ ചിന്തിക്കുന്ന ഈ ശരീരം തന്നെയാണ് വിരാട് സ്വരൂപം. അപ്പൊ നമുക്കിതിനൊക്കെ ആൻസർ കിട്ടും. അപ്പൊ പറയാണ്, നമ്മളുടെ ജിഹ്വ ഇന്ദ്രിയങ്ങളാണ് എന്തിന്? മധുര, തിക്ത അല്ലെ, മധുരാമ്ല, ആ ഷഡ്രസങ്ങൾക്കും അതുപോലെ തന്നെ
അമൃതിനും ഒക്കെ കാരണമായിട്ട് ഉൽപ്പത്തി സ്ഥാനമാകുന്നത് നമ്മളുടെ നാവാണ് എന്ന് മനസ്സിലാക്കണം. അപ്പൊ എപ്പോഴും നമ്മളിപ്പം ഈ ഈശ്വരൻ ഒന്ന് വേറെ, ഞാനൊന്ന് വേറെ എന്ന് വിചാരിച്ചാൽ നമുക്കിത് ഒരു കാലത്തും മനസ്സിലാകില്ല. വേദത്തിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു സൂക്തമാണ് പുരുഷ സൂക്തം എന്നുള്ളത്. ഈ പുരുഷ സൂക്തത്തിലെ പ്രധാന വിഷയം എന്നുള്ളത് ഈ ഈശ്വരനെ എന്താണ് വിരാട് സ്വരൂപമായിട്ടുള്ള പുരുഷനെ വർണ്ണിക്കുക തന്നെയാണ്. ഈ വിരാട് സ്വരൂപമായിട്ടുള്ള പുരുഷന്റെ ഒരു ചെറിയ മോഡലാണ് ഞാൻ എന്ന് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്കിത് മുമ്പ് വ്യക്തമായിട്ട് നമുക്ക് ധാരണയാവുകയുള്ളൂ. അപ്പൊ ഞാൻ തന്നെയാണ് ആ വിരാട് പുരുഷൻ എന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരുക. വിരാട് പുരുഷന്റെ ഒരു ചെറിയ മോഡൽ എന്ന് വേണം പറയാം, അല്ലെ? തീപ്പെട്ടിയിൽ നിന്നും വലിയ അഗ്നിഗോളങ്ങളൊക്കെ ഉണ്ടാക്കിയല്ലേ. അപ്പം ആ വലിയ അഗ്നിഗോളവും ആ തീപ്പെട്ടിയിൽ നിന്നുണ്ടാകുന്ന അഗ്നിയും ഒന്ന് തന്നെയാണ്, വ്യത്യാസമില്ല. അതുപോലെയാണ് ഇവിടെ നമ്മുടെ ഇപ്പൊ പറയുന്നത്. അപ്പം ഇവിടെ നമ്മളോട് പറയുകയാണ്, നമ്മളുടെ നാവാണ്, അല്ലെങ്കിൽ നാവാകുന്ന ഇന്ദ്രിയമാണ് സർവ്വരസങ്ങളുടെയും ഉൽപ്പത്തി സ്ഥാനം. ശരിയാണ്, അല്ലേ? നമ്മുടെ നാവ് കൊണ്ടാണ് ഇത്, രസമുകുളങ്ങളെ കൊണ്ടാണ് നമുക്ക് മധുരവും പുളിയും ചവർപ്പും അല്ലെ എരിവും ഒക്കെ മനസ്സിലാക്കുന്നതിന്റെ ഉൽപ്പത്തി സ്ഥാനം അതാണെന്ന് പറയുകയാണ്. പിന്നെ പറയുന്നത് എന്താണ്? അമൃതിന് തുല്യമായിട്ടുള്ളത്, അതായത് ഹവ്യം കവ്യം അമൃത്. ഹവ്യം കവ്യം അമൃതം എന്നുള്ളത് നമ്മൾ ധരിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഹവ്യം എന്നുള്ളത് ഭഗവാനുള്ള ദേവന്മാർക്കും കവ്യം എന്നുള്ളത് പിതൃക്കൾക്കും, പിന്നെ അതിനുശേഷം വരുന്നത് ഈ ശ്രാദ്ധമൊക്കെ കഴിഞ്ഞാൽ ഞങ്ങളുടെ രീതിക്കൊക്കെ ഹുതശേഷം കൊള്ളണം എന്ന് പറയും, എന്നിട്ട് ശുദ്ധം മാറാവുള്ളൂ പറയും. എന്താണ് ഹുതശേഷം എന്ന് പറഞ്ഞാല്? ഹുതശേഷം അല്ലെങ്കിൽ ഈ ശേഷം കൊള്ളുക എന്നൊരു ഭാഷയുണ്ട്. അതിന് ബാക്കിയുള്ള ഭാഗം, ആ ബാക്കിയുള്ള ഭാഗമാണ് യഥാർത്ഥത്തിൽ അമൃതം എന്ന് പറയുന്നത്. അതിന്റെ ആ ഭഗവാന്മാര് സ്വീകരിച്ചതിന്റെ ബാക്കിയുള്ള ഭാഗമാണ് അമൃതം എന്ന് പറയുന്നത്. അപ്പം അതിനും കാരണമായിട്ടുള്ളത് എന്താണ്? ഭഗവാന്റെ നാവാണ്, അതായത് തൻ്റെ നാവാണ് എന്ന് പറയുക. അപ്പൊ നമ്മൾ ഇതിലൊക്കെ ശ്രദ്ധിക്കേണ്ടത് അത് തന്നെയാണ്. നമ്മളുടെ ഓരോ അവയവങ്ങളുടെയും ഓരോ ഇന്ദ്രിയങ്ങളുടെയും പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം. നേരത്തെ ഇപ്പൊ ആദ്യം പറഞ്ഞത് എന്താണ്? വാക്ക് അഗ്നി പറഞ്ഞു, അല്ലെ? അഗ്നി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഉള്ളിലുള്ള ചൂട്. ആ ചൂടിന് കാരണം എന്താണ്? ആ ചൂടിന് കാരണം എന്താണ്? അല്ലെങ്കിൽ വാക്കിന് കാരണം എന്താണ്? ഭഗവാന്റെ മുഖമാണ് എന്ന് പറഞ്ഞു. അപ്പൊ തൻ്റെ മുഖമാണ് തൻ്റെ മുഖമാണ് ശരീരത്തിന്റെ ചൂടിനെ നിയന്ത്രിക്കുന്നതെന്ന് പറഞ്ഞാലോ എത്ര കണ്ട് പ്രാധാന്യം ആ മുഖത്തിനുണ്ടെന്ന് ആലോചിച്ച് നോക്കൂ. ജ്ഞാനേന്ദ്രിയം എന്ന് പറയല്ലേ നമ്മൾ പറയല്ലേ, തലവേദന, അസഹ്യമായിട്ടുള്ള തലവേദന, ഇതെല്ലാം അറിയുന്നത് ഇതിന്റെ താപനിലയെയൊക്കെ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ ഈ ശരീരത്തിനുണ്ടാകുന്നതായിട്ടുള്ള ഇതിനൊക്കെ ആ ചൂടിനെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മളുടെ മുഖം കൊണ്ടാണ് അത് ഉണ്ടാകുന്നതെന്ന്. ഇപ്പൊ മനസ്സിലാക്കാൻ സാധിക്കുക എന്നുള്ളതല്ല, ഈ ഈ എന്താണ് മുഖം കൊണ്ടാണ് യഥാർത്ഥത്തിൽ താപനിലയൊക്കെ നമുക്ക് താപനിലയ്ക്ക് കാരണമാകുന്നത്. ചൂടിനെ എന്താണ് എന്താണ് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നത് നമ്മളുടെ മുഖം കൊണ്ടാണെന്ന് പറയുന്നത്. മുഖം എന്ന് പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മൾ എല്ലാ ഇന്ദ്രിയങ്ങളും അതിനകത്താണെന്ന് പറയാം, മനസ്സിലാക്കണം. ശ്രോത്രം, ത്വക്ക്, അല്ലെ, ആ ജ്ഞാനേന്ദ്രിയങ്ങൾ മുഴുവനോടുകൂടെ കൂടിയതാണ് ഈ മുഖം എന്ന് പറയുന്നത്. അപ്പം ഈ ജ്ഞാനേന്ദ്രിയങ്ങളുടെ മുഴുവൻ ഒത്തുചേരലുകൊണ്ട് അനുഭവിക്കുന്നതാണ് നമ്മളുടെ ഉള്ളിലെ ചൂട് എന്ന് പറഞ്ഞാലോ. നമ്മുടെ ഉള്ളിലെ ചൂട് ഇതിന് കാരണമാണ്, നമ്മളുടെ ഉള്ളിലെ ശരീരത്തിന്റെ താപനില, ചൂട് ഉണ്ടാകാൻ കാരണമാകുന്നത് എന്നൊക്കെ നമുക്ക് അതിൽ നിന്നൊക്കെ മനസ്സിലാക്കി എടുക്കുന്നു പറയുകയാണ്. രൂപാണാം തേജസാം ചക്ഷുർദിവ സൂര്യസ്യ ചാക്ഷിണി കർണോ ദിശാം ച തീർത്ഥാനാം ശ്രോത്രമാകാശശബ്ദയോ തദ്ഗാത്രം വസ്തുസാരാണാം സൗഭഗസ്യ ച ഭാജനം ത്വഗസ്യ സ്പർശവായോശ്ച സർവമേധസ്യ ചൈവഹി. രണ്ട് ശ്ലോകങ്ങൾ ഒരുമിച്ചാണ്. രൂപാണാം തേജസാം ചക്ഷുഹു ദിവഹ സൂര്യസ്യ ച അക്ഷിണി കർണൗ ദിശാം ച തീർത്ഥാനാം ശ്രോത്രം ആകാശശബ്ദയോഹോ.
തത് ഗാത്രം വസ്തുസാരാണാം സൗഭഗസ്യ ച ഭാജനം ത്വക് അസ്യ ത്വക് അസ്യ അല്ല ത്വക് അസ്യ അതാണ് ത്വകസ്യ സ്പർശവായോഹോ ച സർവമേധസ്യ ച ഏവ ഹി ചൈവ എന്നുള്ളതിന് ച ഏവ ഹി അതിന്റെ പദം. ഇനി അന്വയം നോക്കാം നമുക്ക്. ചക്ഷുഹു തേജസാം രൂപാണാം അക്ഷിണി സൂര്യസ്യ ദിവഃ കർണൗ തീർത്ഥാനാം ദിശാം ച ശ്രോത്രം ആകാശശബ്ദയോഃ ഏവ ഹി തൽഗാത്രം വസ്തുസാരാണാം സൗഭഗസ്യ ച ഭാജനം അസ്യ ത്വക് സ്പർശവായോശ്ച സർവമേധസ്യ ച. ഇപ്പം ചക്ഷുഹു തേജസാം നേത്രേന്ദ്രിയം. ഇപ്പം നേരത്തെ പറഞ്ഞത് വാഗീന്ദ്രിയായിരുന്നു, ജിഹ്വയായിരുന്നു രണ്ടെണ്ണം പറഞ്ഞത്. ഇനി നേത്രം. നേത്രേന്ദ്രിയം എന്നുള്ളത് തേജസാം തേജസ്സിനും അല്ലെങ്കിൽ പ്രകാശത്തിനും രൂപാണാം രൂപങ്ങൾക്കും അക്ഷിണി അക്ഷിണി രണ്ട് കണ്ണുകൾ അക്ഷിണി രണ്ട് കണ്ണുകൾ സൂര്യസ്യ ദിവഹാച സൂര്യൻ ആദിത്യനും പിന്നെ ദിവ ദ്യോവ സ്വർഗം സ്വർഗത്തിനും പിന്നെ കർണൗ തീർത്ഥാനാം ദിശാം അതായത് ചെവികള് അല്ലെങ്കിൽ കാതുകള് തീർത്ഥാനാം ദിശാം തീർത്ഥങ്ങൾക്കും ദിക്കുകൾക്കും ശ്രോത്രം ശ്രോത്രം ആ ശ്രവണേന്ദ്രിയം ശ്രോത്രം ആകാശശബ്ദയോഹോ ആകാശം ശബ്ദം ഇവയ്ക്കും ഏവഹി അങ്ങനെയാകുന്നു അപ്രകാരം തൽഗാത്രം വസ്തുസാരാണാം അങ്ങനെ ആ ഭഗവാന്റെ ശരീരം എന്നുള്ളതിന് തദ്ഗാത്രം അദ്ദേഹത്തിന്റെ ശരീരം വസ്തുസാരാണാം എല്ലാ വസ്തുക്കളുടെയും സാരാംശത്തിനും സൗഭഗസ്യ ച സൗഭാഗ്യത്തിന്റെയും ഭാജനം ഉറവിടമത്രേ. അസ്യ ത്വക്ക് അദ്ദേഹത്തിന്റെ ത്വക്ക് സ്പർശവായോശ്ച സ്പർശേന്ദ്രിയം അതുപോലെ തന്നെ വായു എന്ന പഞ്ചഭൂതം ഇവയുടെയും പിന്നെയോ സർവമേധസ്യ മേധസ്യ മേധം എന്ന് പറഞ്ഞാൽ യജ്ഞം എല്ലാ യജ്ഞത്തിൻ്റെയും ഭാജനമാണ് അല്ലെങ്കിൽ ഉറവിടമാണ് എന്ന് പറയാണ്. അപ്പൊ അവിടെ പറയുന്നു വിരാട് സ്വരൂപത്തിന്റെ ചക്ഷുരിന്ദ്രിയം എന്നുള്ളത് കാണുവാൻ സഹായിക്കുന്നതായിട്ടുള്ള പ്രേരിതമായിട്ടുള്ള അല്ലെങ്കിൽ കണ്ണിനെ പ്രേരിപ്പിക്കുന്നതായിട്ടുള്ള ഇന്ദ്രിയം അതാണ് ചക്ഷുരിന്ദ്രിയം. നമ്മൾ പറഞ്ഞു കണ്ണല്ല കാഴ്ചയ്ക്ക് കാരണം. പിന്നെ എങ്ങനെയാണ് കണ്ണിനെ കൊണ്ട് കാണിപ്പിക്കുന്ന ആ ഒരു ഇതാണ് ചക്ഷുരിന്ദ്രിയം. ഇപ്പൊ നമുക്കൊരു സംശയം തോന്നരുത്, കണ്ണ് ഇന്ദ്രിയമാണെന്ന് വിചാരിക്കരുത്. കണ്ണ് മാത്രം ഉണ്ടായാലും നമുക്ക് കാണാൻ സാധിക്കുമോ? ഇല്ല. അപ്പം ഭഗവാന്റെ ഇതും കൂടെ ചേരുമ്പോഴാണത് ഇന്ദ്രിയമായിട്ട് മാറുന്നത്. അപ്പം ആ ചക്ഷുരിന്ദ്രിയമാണ് സർവരൂപങ്ങളുടെയും പിന്നെയോ തേജസ്സുകളുടെയും ഉൽപ്പത്തി സ്ഥാനം. പഞ്ചഭൂതങ്ങളില് നമ്മൾ ഏതൊക്കെ പറഞ്ഞു? അഗ്നി പറഞ്ഞു, പിന്നെ അഗ്നി ഇതിനു മുമ്പ് നമ്മൾ അഗ്നിയുടെ ഉൽപ്പത്തി സ്ഥാനം പറഞ്ഞു, ഭഗവാന്റെ മുഖമാണ് അഗ്നിയുടെ ഉൽപ്പത്തി സ്ഥാനം പറഞ്ഞു. പിന്നെ അതിനുശേഷം ഇവിടെ പറയുകയാണ് സർവരൂപങ്ങളുടെയും തേജസ്സുകളുടെയും ഉൽപ്പത്തി സ്ഥാനമാണ് കണ്ണ് എന്ന് പറയുന്നത്. എല്ലാത്തിൻ്റെയും രൂപങ്ങളെ വേർതിരിച്ച് മാറ്റുന്ന അല്ലെങ്കിൽ അറിയുന്നത് അത് ഈ നമ്മളുടെ ചക്ഷുരീന്ദ്രിയത്തോടു കൂടിയാണ്. പിന്നെ തേജസ്സുകളുടെയും ഓരോന്നിൻ്റെയും തേജസ്സിനെ അല്ലെങ്കിൽ ആ
അതിന്റെ എന്താണ് രൂപം തന്നെ അഗ്നിയിൽ നിന്നാണല്ലോ തേജസ് എന്നുള്ളത് വരുന്നത്. അതിന്റെ ആ തേജസ്സിന്റെയും ഉൽപ്പത്തി സ്ഥാനം എന്ന് പറയുന്നത് ചക്ഷുരിന്ദ്രിയമാണ്. പിന്നെ പറയുന്നത് എന്താണ്? സൂര്യസ്യ ച അക്ഷിണി നേത്രഗോളങ്ങള് ഏതിന്റെയാണ്? ദ്യോവിന്റെയും സൂര്യന്റെയും ഉൽപ്പത്തി സ്ഥാനമാണ്. സ്വർഗം, ദ്യോവ് എന്ന് പറഞ്ഞാൽ സ്വർഗം. അപ്പൊ സ്വർഗത്തിന്റെയും സൂര്യന്റെയും ഉൽപ്പത്തി സ്ഥാനമാകുന്നു നേത്രഗോളങ്ങൾ, ഭഗവാന്റെ നേത്രഗോളങ്ങൾ. അപ്പം ഭഗവാന്റെ ചക്ഷുരിന്ദ്രിയം എന്നുള്ളത് സർവ്വരൂപങ്ങളുടെയും തേജസ്സിന്റെയും ആണെങ്കിൽ ഭഗവാന്റെ കണ്ണുകള്, അല്ലേ, നമ്മൾ പറയാറുണ്ട് സൂര്യചന്ദ്രന്മാര് എന്ന് പറയാറുണ്ട്. എന്ന് പറഞ്ഞ പോലെ ഭഗവാന്റെ നേത്രഗോളങ്ങൾ എന്നുള്ളത് എന്താണ്? ദ്യോവിന്റെയും സൂര്യന്റെയും ഉൽപ്പത്തി സ്ഥാനമാകുന്നു. പിന്നെയോ, പിന്നെ രണ്ട് ഭാഗത്തുള്ള കാതുകള്, ഈ കാതുകളാണ് ദിക്കുകളുടെയും തീർത്ഥങ്ങളുടെയും ഉൽപ്പത്തി സ്ഥാനം എന്ന് പറയുന്നത്. ദിക്കുകളുടെയും തീർത്ഥങ്ങളുടെയും ഉൽപ്പത്തി സ്ഥാനം. അപ്പം നമ്മൾ എങ്ങനെയാണ് ദിക്കുകളെ മനസ്സിലാക്കുന്നത്? കർണങ്ങളെ കൊണ്ടാണ് എന്ന് വേണമെങ്കിൽ പറയാം. ദിക്കുകളെ മനസ്സിലാക്കുന്നത് എങ്ങനെയാ? ദിക്കെന്ന് പറയുന്നത്, ദിക്ക് എങ്ങനെയാ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക? നമ്മളിൽ നിന്നും, അല്ലെ, ഒരു എൻഡിങ് അല്ലെങ്കിൽ വശത്ത്, അല്ലെ, ഒരു പ്രതലം മുതൽ മറ്റു പ്രതലം വരെയുള്ള ഭാഗങ്ങളെ നമ്മൾ മനസ്സിലാക്കുന്നത് ശബ്ദമാണ്. ശബ്ദം എന്ന ഇന്ദ്രിയത്തിലൂടെ, അല്ലെ, ശബ്ദം എന്ന തന്മാത്രയിലൂടെയാണ് നമ്മൾ ഇതിനു മുമ്പ് മനസ്സിലാക്കിയതുപോലെ ഈ ശബ്ദത്തിലൂടെയാണ് നമ്മൾ ഇന്ന ദിക്കാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ ആ ദിക്കുകൾ ഉത്ഭവിക്കുന്നതിന് കാരണം നമ്മളുടെ കാതുകളാകുന്ന എന്താണ്, ശ്രോത്രേന്ദ്രിയം ആണ്, കർണങ്ങള്, കാതുകളാണ് ദിക്കുകളുടെയും തീർത്ഥങ്ങളുടെയും ഒക്കെ ഉൽപ്പത്തി സ്ഥാനം. എന്താ ഈ തീർത്ഥങ്ങളുടെ ഉൽപ്പത്തി സ്ഥാനം ഒക്കെ പറയാൻ കാരണം നമുക്ക് ചോദിച്ചാൽ, ഭഗീരഥൻ, അല്ലെ, ഗംഗയെ ഈ ശ്രോത്രത്തിലൂടെയാണ്, ശ്രോത്രം എന്ന ഇന്ദ്രിയങ്ങളിലൂടെയാണ് കൊണ്ടുവന്നതൊക്കെ നമുക്കൊരു ഇത് കേട്ടിട്ടുണ്ട്. അപ്പം ഈ ശ്രോത്രം എന്നുള്ളത്, കാതുകൾ എന്നുള്ളത് ദിക്കുകളുടെയും തീർത്ഥങ്ങളുടെയും ഉൽപ്പത്തി സ്ഥാനം. ഇനി ശ്രോത്രേന്ദ്രിയം എന്നുള്ളത് ആകാശം, ശബ്ദം ഇവയുടെ ഉൽപ്പത്തി സ്ഥാനമാണ്. ആകാശത്തിന്റെയും ശബ്ദത്തിന്റെയും ഉൽപ്പത്തി സ്ഥാനമാണ് ശ്രോത്രേന്ദ്രിയം. ആകാശം എന്നുള്ളത് നമ്മൾ ഒരിക്കലും ഈ മഞ്ഞുകൂടി കിടക്കുന്നതായിട്ടുള്ള മേഘങ്ങളെ നമ്മൾ ഒരിക്കലും ആകാശമായിട്ട് കണക്കാക്കരുത്. ആകാശം എന്ന് പറഞ്ഞാൽ എന്താണ്? വെറും സ്പേസ് ആണ് പറയുന്നത്. നമുക്ക് സ്പേസിനെ എങ്ങനെ അറിയാൻ സാധിക്കുക? ഒരു പ്രതലത്തിൽ നിന്നും മറ്റൊരു പ്രതലത്തിലേക്ക് പോകുന്ന, അല്ലെങ്കിൽ നമ്മളുടെ ശബ്ദം കൊണ്ടേ നമുക്ക് സ്പേസ് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ശബ്ദം കൊണ്ടാണ് സ്പേസ് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഇവിടെ ശ്രോത്രേന്ദ്രിയം ആകാശത്തിന്റെയും ശബ്ദത്തിന്റെയും ഉൽപ്പത്തി സ്ഥാനമാണ് എന്ന് പറയുന്നത്. നമുക്ക് ഈ എന്താണ്, പുഴയുടെ തീരത്തൊക്കെ ചെന്ന് നമ്മൾ ഉറക്കെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രതിധ്വനിക്കുന്നത് കേൾക്കാൻ സാധിക്കും. അപ്പൊ ആ പ്രതിധ്വനിയുടെ ദൂരം, ഈ പ്രതിധ്വനി എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ള ഒരു ദൂരം നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്നത് നമ്മളുടെ ഈ കേൾവി കൊണ്ടാണ്. ശബ്ദത്തിന്റെ കേൾവിയിലൂടെ നമുക്ക് അത്രയും സ്പേസ്, നമ്മളുടെ ഇതിന് എത്ര കണ്ട് ഇതുണ്ടോ, ആ ഡെഫിഷ്യൻസി, അല്ലെങ്കിൽ നമ്മൾ ആ ശ്രോത്രേന്ദ്രിയത്തിന് കഴിവുണ്ടോ അതിനനുസരിച്ചുള്ള ദിക്ക് വരെയുള്ള പ്രതലങ്ങൾക്ക്, അല്ല, ശൂന്യതയെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ഈ നമ്മളിൽ നിന്ന് പോകുന്ന ആ ശബ്ദം തിരിച്ചു വരുന്ന ആ പ്രതിധ്വനിയിലൂടെ നമുക്കറിയാൻ സാധിക്കും ഇത്രയും ദൂരത്ത് വേറൊന്നുമില്ല, ഇത്രയും ദൂരത്ത് എന്താണ്, ആകാശം ആണ്, സ്പേസ് ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലെ, രാത്രി കാലങ്ങളിലൊക്കെ മൂങ്ങ, വവ്വാല് തുടങ്ങിയവയൊക്കെ ഈ ശബ്ദങ്ങളെ കൊണ്ടാണ് അതിൻ്റെ എന്താണ് തടസ്സങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് മുൻപോട്ട് ചലിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ തൽഗാത്രം വസ്തുസാരാണാം സൗഭഗസ്യ ച ഭാജനം, ഭഗവാന്റെ ശരീരം അല്ലെങ്കിൽ വിരാട് പുരുഷന്റെ ശരീരം എല്ലാ വസ്തുക്കളുടെയും സാരാംശത്തിന്റെയും, സർവ വസ്തുക്കളുടെയും സാരാംശത്തിന്റെയും പിന്നെ സൗന്ദര്യത്തിന്റെയും ഇരിപ്പിടമാണ് എന്ന് പറയാണ്. അപ്പൊ എല്ലാത്തിൻ്റെയും കൂടെ ചേർന്നാണ്. എല്ലാത്തിൻ്റെയും എന്ന് പറയുമ്പോൾ അവിടെ എന്താ ഉദ്ദേശിക്കുന്നത്?
ഈ പഞ്ചഭൂതങ്ങള്, പഞ്ചതന്മാത്രകള്, ഇന്ദ്രിയങ്ങള് ഇതെല്ലാം കൂടി ചേർന്ന സർവസാരാംശമാണ് ഭഗവാന്റെ ആ ശരീരം എന്നുള്ളത്. പിന്നെയോ അത് മാത്രമല്ല, പിന്നെ എന്താണ്, സൗന്ദര്യത്തിന്റെയും ഇരിപ്പിടമാകുന്നു എന്ന് പറയാണ്. സൗന്ദര്യത്തിന്റെയും ഇരിപ്പിടമാകുന്നു. അങ്ങനെ ഉള്ള ഭഗവാന്റെ ആ ഭഗവാന്റെ ത്വക്ക് എന്ന ഇന്ദ്രിയം, ത്വക്ക് ഇന്ദ്രിയം എന്തൊക്കെയാണ്? സ്പർശം, വായു, അതുപോലെ തന്നെ യജ്ഞങ്ങള് ഇവയുടെയും ഒക്കെ ആസ്ഥാനമാകുന്നു എന്ന് പറയാണ്. സ്പർശം, അപ്പം അടുത്ത ശബ്ദത്തിന്റെ തന്മാത്രയാണ്, ശബ്ദത്തിന്റെ തന്മാത്ര അല്ല, ആകാശത്തിന്റെ തന്മാത്രയാണ് ശബ്ദം. വായുവിന്റെ തന്മാത്രയാണ് സ്പർശം എന്നുള്ളത്. സൂക്ഷ്മം, സ്ഥൂലം അതായിട്ട് പറഞ്ഞു കഴിഞ്ഞാല്. അപ്പം ആ സൂക്ഷ്മ ഗുണമായിട്ടുള്ള സ്പർശത്തിന്റെയും പിന്നെ മഹാഭൂതങ്ങളിൽ ഒന്നായിട്ടുള്ള വായുവിന്റെയും ഉൽപ്പത്തി സ്ഥാനമാണ് എന്ത്? ഭഗവാന്റെ ത്വക്ക് എന്ന് പറയുന്നത്. നമ്മളുടെ ത്വക്കിന്റെയും, നമ്മൾ ത്വക്ക് എന്നുള്ള ഒരു ആ ത്വക്ക് കൊണ്ടാണ് നമ്മൾ സ്പർശം അറിയുന്നത് അല്ലെ. കാറ്റുണ്ടെന്ന് മനസ്സിലാകുന്ന എപ്പോഴാണ്? നമ്മളുടെ അല്ലെ ഈ തൊലികളിൽ വന്ന് ഇതാകുമ്പോഴാണ് നമുക്ക് കാറ്റ്, വായു ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ അതിന്റെയൊക്കെ ആസ്ഥാനമാണ് എന്ന് പറയുകയാണ്. അപ്പം ഈ ഓരോ ഇന്ദ്രിയങ്ങളും എന്താണ്? 3 തരത്തിലുള്ള ആധ്യാത്മാധിഭൂതാദി ദൈവിക ക്രമത്തില് ഒക്കെ നമുക്കിതിനെ വേർതിരിക്കാവുന്നതാണ് ശരിക്കും. ഇതിനകത്ത് നമുക്ക് തൃതീയ സ്കന്ധത്തിൽ ഇനി വരാഹാവതാര കഥയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് സർവസ്യ മേധസ്യ യജ്ഞസ്യ എന്ന് പറഞ്ഞില്ലേ. ഇവിടെ ഈ സ്പർശവായോശ സർവമേധസ്യ ചൈവഹി. മേധസ്യ എന്ന് പറഞ്ഞാല്, സർവമേധസ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? യജ്ഞങ്ങള്, എല്ലാ യജ്ഞത്തിന്റെയും ഉൽപ്പത്തി സ്ഥാനമാണ് എന്ത്? ഭഗവാന്റെ ത്വക്ക് എന്ന ഇത്. അപ്പം ആ വരാഹമൂർത്തിയുടെ ത്വക്കിൽ നിന്നാണ് യഥാർത്ഥത്തില് യജ്ഞത്തിന്റെ എല്ലാ അംഗങ്ങളും അവിടെ ആവിർഭവിച്ചതായിട്ട് നമുക്ക് ഇനി തൃതീയ സ്കന്ധത്തില് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ത്വക്കിന് എത്ര കണ്ട് പ്രാധാന്യം നമ്മൾ കൽപ്പിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി തരികയാണ്. ഇപ്പം ഭഗവാന്റെ ത്വക്കിൽ നിന്നാണ് യജ്ഞത്തിനുള്ള അംഗങ്ങൾ ഉണ്ടായത് എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? യജ്ഞം എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്ക്? സമർപ്പണ മനോഭാവത്തോടുകൂടി ചെയ്യുന്ന, അല്ലെങ്കിൽ എല്ലാ ഇന്ദ്രിയങ്ങളും അതിൻ്റെതായിട്ടുള്ള ധർമ്മത്തോടുകൂടി ചെയ്യുന്ന കർമ്മങ്ങളെയാണ് യജ്ഞം എന്ന് പറയുന്നത്. ശരിക്ക് യജ്ഞം എന്നുള്ളത് യജ് ധാതുവിൽ നിന്നാണ് ഉണ്ടായത്. യജ് ധാതുവിന് സഹകരണം എന്നുള്ളൊരു അർത്ഥമാണ് പ്രധാനമായിട്ട് പറയുന്നത്. അപ്പൊ സഹകരണം എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്ക്? സഹകരണം നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുന്ന വാക്കിന്റെ അർത്ഥം തന്നെയാണത്. ഒന്നിനോടൊന്ന് യോജിച്ചുകൊണ്ട് നിന്നാലേ ഒന്ന് പൂർത്തിയാക്കുവാൻ പറ്റുകയുള്ളൂ. നമ്മളെല്ലാം സഹകരിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത് ഇവിടെ. പ്രകൃതിയിൽ ജീവജാലങ്ങളായിക്കോട്ടെ, മനുഷ്യരായിക്കോട്ടെ, മൃഗങ്ങളായിക്കോട്ടെ, എല്ലാവരും പരസ്പര സഹകരണത്തോടു കൂടിയിട്ടാണ് നമുക്കിവിടെ. മനുഷ്യനാകുന്നത് എപ്പോഴാണ്? മനുഷ്യനാകുന്നത് നമ്മൾ വർണ്ണാശ്രമ ധർമ്മങ്ങളൊക്കെ പറയുന്നത് പോലെ എല്ലാം ഇവിടെ ഉണ്ടെങ്കിൽ മാത്രമേ, അതായത് അസത്തുണ്ടെങ്കിലേ സത്തുള്ളൂ, സത്തുണ്ടെങ്കിലേ അസത്തുള്ളൂ. അപ്പൊ എവിടെ എത്ര കണ്ട് അവിടെ അല്ലെ അതിന്റെ പാരസ്പര്യത്തെ കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കൂ. അപ്പം നമുക്കൊരിക്കലും ഒറ്റയ്ക്ക് എന്ന് പറയുന്ന ഒരു രീതിയിൽ നമുക്ക് ഭൂമിയിൽ ജീവിക്കാൻ സാധിക്കുകയില്ല. പരസ്പര സഹകരണം ഇല്ലാതെ നമുക്കൊരിക്കലും സാധിക്കില്ല. അത് നമ്മൾ വിചാരിക്കും നമുക്ക് എന്താണ്, നമ്മൾ ഒറ്റയ്ക്കല്ലേ ഓരോന്നും ചെയ്യുന്നത് എന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഈച്ച് ആൻഡ് എവറി എലമെന്റ്സ് നമ്മൾ നോക്കിക്കൊള്ളുക. നമ്മളുടെ ശരീരത്തിലുള്ള ഓരോ എലമെന്റ്സും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതൊന്നിനോടൊന്ന് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് കാലിന്റെ ചെറുവിരൽ പോലും നഷ്ടപ്പെട്ടാൽ നമുക്ക് ഉണ്ടാകുന്ന വൈഷമ്യം അതാണ്. അതുപോലും പ്രാധാന്യമാണ് അല്ലേ. ഒരു നഖം ലേശം നീണ്ട് വളർന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടെന്ന് ആലോചിച്ച് നോക്കൂ.
ഓരോന്നും അതിന്റെ ഘടനകളെ കുറിച്ചൊന്ന് വികൃതമായി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊന്ന് ആലോചിച്ച് നോക്കും. നമ്മൾ കാണുന്നതല്ലേ, എത്രയോ കാണുന്നതാണ്. അപ്പോൾ ഓരോ നമ്മളുടെ ശരീരത്തിലുള്ള ഓരോ ഇന്ദ്രിയങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. അതില്ലെങ്കിൽ അല്ലെങ്കിൽ അത് എന്താണ് സ്ഥാനം മാറി വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ. അപ്പൊ ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആ സഹകരണം അത് അപ്പം ഇവിടെ പറഞ്ഞത് എന്താണ് പറഞ്ഞത്? ഭഗവാന്റെ ത്വക്കെന്ന് പറഞ്ഞ എന്താണ്? യജ്ഞങ്ങളുടെ അംഗങ്ങളാണ് എന്ന് പറയാണ്. അപ്പം യജ്ഞങ്ങൾ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തില് ഈ പറഞ്ഞതാണ് നമ്മളുടെ പരസ്പരം ആയിട്ടുള്ള നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള പ്രവൃത്തി. നമ്മളുടെ പ്രവൃത്തി എത്ര കണ്ട് ധാർമ്മികമാകുമോ അപ്പോഴാണ് അത് ലോകത്തിന് ധാർമ്മികമായിട്ട് മാറുന്നത്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ശരിക്കും. അപ്പം നമ്മളുടെ ശരീരത്തിന്റെ ത്വക്ക് അല്ലെങ്കിൽ നമ്മളുടെ ശരീരത്തിന്റെ അതെ ത്വക്കെന്നുള്ളൊരു ഇന്ദ്രിയം, ത്വക്കെന്നുള്ള ഇന്ദ്രിയത്തിന്റെ ഏറ്റവും പ്രധാനം എന്താണ്? സ്പർശമാണ് അല്ലെ? വായു, കാറ്റ്, അറിയലാണ്. നമ്മൾ അറിയലാണ് ശരിക്കും. അപ്പം അത് യജ്ഞത്തിന്റെ അംഗങ്ങളായിട്ട് ആവിർഭവിച്ചു എന്ന് പറഞ്ഞാൽ അപ്പൊ അതുകൊണ്ട് നമ്മളുടെ ഉള്ളിൽ നിന്ന് ഉണ്ടാകേണ്ടതായിട്ടുള്ള അനുഭവം യജ്ഞാനുഭാവത്തോടുകൂടി തന്നെ നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കണം. അപ്പോഴാണ് ആ ത്വക്ക് എന്നുള്ള ഇന്ദ്രിയത്തിന്റെ ധാർമ്മികത നമ്മുടെ ഉള്ളിൽ നിക്ഷിപ്തമാകുന്നത്. അപ്പം ഇപ്പൊ ഇതിലൊക്കെ പറയുന്നത് ശരിക്കും ഭഗവാന്റെ ത്വക്ക് എന്ന് പറയുന്നത് നമ്മളുടെ ത്വക്ക് തന്നെ, നമ്മളുടെ ഈ ശരീരത്തിന്റെ തൊലി തന്നെ. ആ തൊലിക്ക് നമ്മൾ എത്ര കണ്ട് പ്രാധാന്യം കൊടുക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ തൊലിയാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ യജ്ഞങ്ങൾക്ക് കാരണമാകുന്നത്. അപ്പൊ അതിനെ വേണ്ട പോലെ പരിരക്ഷിക്കണം എന്നർത്ഥം, യാതൊരു സംശയവുമില്ല. അതിനെ വേണ്ട പോലെ പരിരക്ഷിക്കുമ്പോഴേ നമുക്ക് അത് വേണ്ട പോലെ എന്താണ് ചെയ്യാനും അറിയാനും ഒക്കെ സാധിക്കുകയുള്ളൂ അല്ലെ? സ്പർശം എന്ന് പറയുന്നതും വായു എന്ന് പറയുന്നതൊക്കെ സ്പർശത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നതിനനുസരിച്ചാണ് നമ്മുടെ പ്രവൃത്തി വരുന്നത്. അതാണ്. അപ്പം ഇവിടെ എന്താണ് മൂന്ന് കാര്യങ്ങൾ അല്ലെ അവിടെ പറയുന്നുണ്ട്. ചക്ഷു ഇന്ദ്രിയത്തെ കുറിച്ചും അതുപോലെ തന്നെ ശ്രോത്രേന്ദ്രിയത്തെ കുറിച്ചും പിന്നെ ഭഗവാന്റെ ത്വക്ക് പിന്നെ ഭഗവാന്റെ ശരീരം, 4 അവയവങ്ങളെ കുറിച്ചാണ് ഇപ്പൊ പറഞ്ഞത്. ആദ്യം പറഞ്ഞത് വാക്ക് അല്ലെ, മുഖം, പിന്നെ രണ്ടാമത് ജിഹ്വ, നാവ്, ഇപ്പൊ മൂന്നാമത് ഇപ്പൊ പറഞ്ഞത് ഭഗവാന്റെ നേത്രേന്ദ്രിയം, അതുപോലെ തന്നെ ഭഗവാന്റെ നേത്രഗോളങ്ങള്, കാതുകള്, പിന്നെയോ പിന്നെ കാതുകളുടെ പിന്നെ ശ്രോത്രേന്ദ്രിയം, പിന്നെ ഭഗവാന്റെ ശരീരം, പിന്നെ ഭഗവാന്റെ ത്വക്ക്. ഇത്രയാണ്. രോമാന്യുൽഭിജാതീനാം ഈർവായജ്ഞസ്തു സംഭൃത കേശശ്മശ്രുനഖാന്യസ്യ ശിലാലോഹ അഭ്രവിദ്യുതാം. രോമാണി ഉദ്ഭിജാതീനാം യൈഹി വാ യജ്ഞസ്തു സംഭൃതഃ കേശശ്മശ്രു നഖാനി അസ്യ ശില ലോഹ അഭ്രവിദ്യുതാം. അപ്പൊ അവിടെ പറയുന്നത് എന്താണ്? യൈഹി യജ്ഞഹാതു സംഭൃതഃ, യൈഹി യാതൊന്നുകൊണ്ടോ, യജ്ഞഹാതു സംഭൃതഃ യജ്ഞസാമഗ്രികൾ സംഭരിക്കുന്നത്, ഉദ്ഭിജാതീനാം വാ രോമാണി അസ്യ കേശശ്മശ്രുനഖാനി ശിലാലോഹ അഭ്രവിദ്യുതാം. അപ്പം ഉദ്ഭിജാതി യാതൊന്നുകൊണ്ടോ യജ്ഞസാമഗ്രികൾ സംഭരിക്കുന്നത്, ഉദ്ഭിജാതീനാം വാ. ഉദ്ഭിജാതി എന്ന് പറഞ്ഞാല് ഈ ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നവ,
ഉദ്ഭിജം, അണ്ഡജം, സ്വേദജം, അല്ലെ, ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള ആ ഭൂമിയിൽ മുളയ്ക്കുന്നവ രോമാണി, രോമങ്ങളാണ്. അപ്പം യജ്ഞസാമഗ്രികൾ സംഭരിക്കുന്നത് ഭൂമിയിൽ മുളയ്ക്കുന്നവ രോമങ്ങളാണ്, ഭഗവാന്റെ രോമങ്ങളാണ് എന്ന് പറയണം. കേശ ശ്മശ്രു നഖാനി. കേശം എന്ന് പറഞ്ഞാല് തലമുടി, ശ്മശ്രു എന്ന് പറഞ്ഞാല് മുഖത്തെ രോമങ്ങൾ എന്ന് രണ്ടും കൂടെ പറയും. മീശയും താടി, അതാണ് മീശയും താടിയും കൂടെ കൂടിയതാണ് ശ്മശ്രു എന്ന് പറയുന്നത്. നഖാനി തലമുടി, മുഖം, അതുപോലെ തന്നെ മുഖത്തുണ്ടാകുന്ന രോമങ്ങള് നഖം, ഇവ. പിന്നെ ശില, ലോഹ, അപ്ര, വിദ്യുത. ശില എന്ന് പറഞ്ഞാൽ കല്ല്, ലോഹം, അതുപോലെ തന്നെ അപ്രം. അപ്രം എന്ന് പറഞ്ഞാൽ എന്താണ്? ആകാശം, അല്ലെ, മേഘം. അപ്രം എന്ന് പറഞ്ഞാൽ മേഘം. ഇവയ്ക്കൊക്കെ ഉൽപ്പത്തി സ്ഥാനമാണ് ഭഗവാന്റെ തലമുടിയും അതുപോലെ തന്നെ എന്താണ് താടിയും മീശയും പിന്നെ നഖങ്ങളും ഒക്കെ. അപ്പൊ അതിന്റെ വാക്യാർത്ഥത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഭൂമിയിൽ മുളച്ചുണ്ടാകുന്നതായിട്ടുള്ള സസ്യവർഗത്തിൽ യജ്ഞത്തിന് ഉപകരിക്കേണ്ടവയെല്ലാം അത് ഭഗവാന്റെ രോമങ്ങൾ ഉൽപ്പത്തി സ്ഥാനമാകുന്നു എന്ന് പറയാണ്. പിന്നെ ഈ കേശം എന്നുള്ളത് ഭഗവാന്റെ കേശമാണ് നമ്മൾ കാണുന്ന ഈ മേഘം, അങ്ങനെ കണക്കാക്കണം എന്ന് പറയാണ് മേഘം എന്നുള്ളത്. പിന്നെ എന്താണ് ഈ ശ്മശ്രു എന്ന് പറഞ്ഞാൽ മുഖത്തുണ്ടാകുന്ന താടിയും മീശയൊക്കെ, അത് വിദ്യുത്വത്തിനും, നഖങ്ങള് ശിലകൾ, ലോഹങ്ങൾ ഇവയ്ക്കും ഒക്കെ ഉൽപ്പത്തി സ്ഥാനമാകുന്നു. അപ്പം ഭഗവാന്റെ നഖങ്ങൾ, ശിലകൾ, അതുപോലെ തന്നെ ലോഹങ്ങൾ ഇവയ്ക്കൊക്കെ കാരണമാകുന്നു. ആ നഖത്തിൽ നിന്നാണ് ശിലകൾ ഉണ്ടാകുന്നത്, ലോഹങ്ങൾ ഉണ്ടാകുന്നത്. ഇതിനൊക്കെ കാരണം നഖമാണെന്ന് പറയാണ്. അത് ക്രമമായിട്ടല്ല അതവിടെ പറയുന്നത്. ശരിക്ക് കേശം ആണ് മേഘത്തിന് ഇതായിട്ട്. അത് കേശ ശ്മശ്രു നഖാനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശിലാലോഹ അഭ്ര, അല്ലെ, തിരിച്ചു വരും നേരെ. മേഘമാണ് അവസാനം പറയുന്ന, അഭ്രം എന്ന് പറയുന്നത് മേഘമാണ്. അപ്പം പിന്നെ ഉൽഭിജം എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും 4 തരത്തിലുള്ള ജീവികളാണ്, അല്ലെ. നമുക്ക് പ്രഥമസ്കന്ധത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. പ്രഥമസ്കന്ധത്തിലുണ്ടോ അറിയില്ല, എവിടെയോ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. ജരായുജം, സ്വേദജം, അണ്ഡജം, പിന്നെ ഏതാ? ഉദ്ഭിജം. ഇതാണ് 4 അതില് ജരായുജം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നാൽക്കാലികൾ എന്ന് പറയാൻ പറ്റില്ല, മനുഷ്യര്, പശു മുതലായവയൊക്കെയാണ് ജരായുജം, പ്രസവിക്കുന്ന രീതി ഇതിൽ നിന്നും. പിന്നെ അണ്ഡജം എന്ന് പറഞ്ഞാൽ എന്താണ്? മുട്ടയിട്ട് അതിൽ നിന്ന് പക്ഷികൾ, അല്ലെ, പക്ഷി, അതുപോലെ തന്നെ പാമ്പ്, ഇതൊക്കെ അണ്ഡജം എന്നുള്ള ഇതിൽ പെട്ടവരാണ്. പിന്നെയോ സ്വേദജം എന്ന് പറഞ്ഞാല് അതിങ്ങനെ ഈ വെള്ളത്തിൽ നിന്നും എന്താണ് കൊതുക്, മൂട്ട ഒക്കെ ഇല്ലേ, അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാകുന്നതാണ് സ്വേദജം. ഉദ്ഭിജം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ മുളച്ചുണ്ടാകുന്നത്, അല്ലെങ്കിൽ ഈ കൊമ്പ് കുത്തി അതിൽ നിന്ന് ഉണ്ടാകുന്ന സംഭവങ്ങൾ, അതൊക്കെയാണ് ഉദ്ഭിജങ്ങൾ. 4 തരത്തിലുള്ളത്. ഇങ്ങനെയാണ് ജീവജാലങ്ങളുടെ 4 പ്രകാരത്തിലുള്ള ഉത്ഭവിക്കുന്നത്. അപ്പം ഉദ്ഭിജ സ്ഥാവര സർവേ ബീജകാണ്ഡ പ്രരോഹിണ ഓഷധ്യ ഫലപാകാന്ത ബഹുപുഷ്പഫലോപഗാഹ. ഉദ്ഭിജത്തിന്റെ പ്രത്യേകം പറയുന്നത് അവിടെയാണ്. ഓഷധി എന്ന് ഇവിടെയും പറയുന്നത് ഉദ്ഭിജത്തിന്റെ ഒരു ഭാഗമാണ്. ഉദ്ഭിജത്തിൽ നിന്നാണ് ഓഷധി എന്നുള്ളത്, ഉദ്ഭിജത്തിൽ പെടുന്നതാണ് എന്ന് പറയുകയാണ്. അപ്പം ഈ ഭൂമിയിൽ മുളച്ച് ഉണ്ടാകുന്നതിൽ പെടുന്നതാണ് യഥാർത്ഥത്തില്. നമ്മൾ ഇനി വരാഹാവതാരത്തിന്റെ കഥ പറയുമ്പോൾ പറയും വരാഹത്തിന്റെ രോമങ്ങളാണ് ദർഭ എന്നൊക്കെ പറയാറുണ്ട്, അല്ലെ. അതുപോലെ തന്നെ ഇവിടെ കുശ, ദർഭ, പ്ലാശ്, അത്തി എന്ന് പറഞ്ഞാല് ഉദുംബരം, അത്തി, പിന്നെ സോമലത, ഇങ്ങനെയുള്ള അനേകം എന്താണ് ഇതിന്റെ ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ എന്തിനു വേണ്ടതാണ്? യജ്ഞങ്ങൾക്ക്
വേണ്ടവയാണ്. അപ്പം രോമങ്ങൾ സർവ ഉദ്ഭിജങ്ങൾക്കും ഉൽപ്പത്തി സ്ഥാനമാണ് എന്ന് പറയാണ്. ഭഗവാന്റെ രോമങ്ങള് ഇതിന് എന്താണ്? ഈ ഉദ്ഭിജങ്ങൾക്ക് മുളച്ചുണ്ടാകുന്നതായിട്ടുള്ള എല്ലാത്തിനും ഉൽപ്പത്തി സ്ഥാനമാണ്. അതില് ചിലവ എന്താണ് യജ്ഞ സാമഗ്രികളായിട്ട് അവിടെ സംഭരിക്കപ്പെടുന്നു എന്ന് അവിടെ പറയുന്നു. അപ്പം രോമാണ്യുദ്ഭിജാതീനാം യൈർവായജ്ഞസ്തു സംഭൃത കേശസ്മസ്തു നഖാന്യസ്യ ശിലാലോഹഭ്രവിദ്യുതാം. അപ്പൊ ഇവിടെ എന്തൊക്കെയാണ് പറയുന്നത്? ഭഗവാന്റെ രോമങ്ങളെ കുറിച്ചാണ് ആദ്യം പറയുന്നത്. ഭഗവാന്റെ രോമങ്ങളിൽ നിന്നും എന്താണ് യജ്ഞത്തിനുള്ള സാമഗ്രികൾ സംഭരിക്കുന്നു എന്ന് പറയാണ്. അത് അവിടെ പറയുന്നുണ്ട് അല്ലെ. രോമാണ്യുദ്ഭിജാതീനാം യജ്ഞസാമഗ്രികൾ സംഭരിക്കുന്നത് ഭഗവാന്റെ. അപ്പം ഇതിൽ നിന്ന് അതിനൊരു ഉദാഹരണമായിട്ടാണ് പറഞ്ഞത് കുശ, ദർഭ. ഇതൊക്കെ ഈ യജ്ഞങ്ങള് നമ്മൾ ധരിക്കുന്നതായിട്ടുള്ള യജ്ഞങ്ങൾക്കൊക്കെ ആവശ്യമായിട്ടുള്ളതാണ്. ഈ കുശയായാലും ദർഭയായാലും അതുപോലെ തന്നെ എന്താ പറയാ സോമലത, അത്തി തുടങ്ങിയതായിട്ടുള്ള ആ രീതിയിലുള്ള എല്ലാം, പ്ലാശ് അല്ലെ, ഇതൊക്കെ പ്ലാവൊക്കെ ഏറ്റവും ഉത്തമമായിട്ടുള്ളതാണ് യജ്ഞത്തിന്റെ ആവശ്യത്തിന് വേണ്ടി. പ്ലാവം വിറക് എന്നൊക്കെ പറയല്ലേ. അപ്പം അതാണ് അതിൽ നിന്നും നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പം ഭഗവാന്റെ രോമങ്ങള്, പിന്നെ കേശം, ഭഗവാന്റെ കേശം എന്നുള്ളത് മേഘമാണെന്നും അല്ലെ, താടിയും എന്താണ് മുഖത്തുണ്ടാകുന്ന താടിയും മീശയും അതൊക്കെ വിദ്യുത്വത്തിന് ഇതാണ്. നഖങ്ങള്, ശിലകള്, ലോഹങ്ങള്, ഇതൊക്കെ ഇവർക്കൊക്കെ ഉൽപ്പത്തി സ്ഥാനമാണ്. നഖങ്ങളാണ് ഈ ശില, അതുപോലെ തന്നെ ലോഹങ്ങള് ഒക്കെ അതിനൊക്കെ ഉൽപ്പത്തി സ്ഥാനമാകുന്നത്. അത് കറക്റ്റ് ആയല്ലോ. രോമാണ്യുദ്ഭിജാതീനാം യൈർവായജ്ഞസ്തു സംഭൃത കേശസ്മശ്രു നഖാന്യസ്യ ശിലാലോഹാഭ്രവിദ്യുതാം. ഭൂമിയിൽ മുളച്ചുണ്ടാകുന്ന കുശാദർഭ, പ്ലാശ്, സോമലത തുടങ്ങിയ കൊണ്ട് അത് യജ്ഞത്തിന് ഉള്ള സംഭാരങ്ങൾ ആയിരിക്കും. ഭഗവാന്റെ രോമങ്ങള് ആണ് അതിന് കാരണമാകുന്നത്, ഉൽപ്പത്തി സ്ഥാനമാകുന്നത്. കേശം മേഘങ്ങൾക്ക്, പിന്നെ താടിയും മുടിയൊക്കെ എന്താണ് മിന്നലുകൾക്ക് കാരണം. ഭഗവാന്റെ താടിയും മുടികളാണ് മിന്നലുകൾക്ക് കാരണമാകുന്നത്. അതിൽ നിന്നാണ് ഉണ്ടാകുന്നത് എന്ന് പറയാം. നഖങ്ങളിൽ നിന്നാണ് ലോഹങ്ങൾ ഉണ്ടാകുന്നത്. പിന്നെ കല്ലുകള്, ഇതെല്ലാം നഖങ്ങളിൽ നിന്നാണ് ഈ ലോഹങ്ങളും കല്ലുകളും ഒക്കെ ഉണ്ടാകുന്നത്, ഉൽപ്പത്തി സ്ഥാനം ആയിട്ട് പറയുന്നു. 6ാമത്തെ ശ്ലോകം നോക്കാം. ബാഹവോ ലോകപാലാനാം. അത് 3 ശ്ലോകങ്ങളുടെ കൂടെ ഒരുമിച്ച് പറയാം. ബാഹവോ ലോകപാലാനാം പ്രായശക്ഷേമകർമ്മണാം വിക്രമോ ഭൂർഭുവസ്വശ്ച ക്ഷേമസ്യ ശരണസ്യ ച സർവകാമവരസ്യാപി ഹരേശ്ചരണ ആസ്പദം അപാംവീര്യസ്യ സർഗസ്യ പർജന്യസ്യ പ്രജാപതേഃ പുംസശിഷ്ണ ഉപസ്ഥസ്തു പ്രജാത്യാനന്ദനിർവൃതേഃ പായുര്യമസ്യ മിത്രസ്യ പരിമോക്ഷസ്യ നാരദ. ബാഹവോ ലോകപാലാനാം പ്രായശ ക്ഷേമകർമ്മണാം. ബാഹവഃ ലോകപാലാനാം പ്രായശഃ ക്ഷേമകർമ്മണാം വിക്രമഃ ഭൂർഭുവഃ സ്വഃ ച ക്ഷേമസ്യ ശരണസ്യ സർവകാമവരസ്യ അപി ഹരേഃ ചരണ ആസ്പദം അപാം വീര്യസ്യ സർഗസ്യ പർജന്യസ്യ പ്രജാപതേഃ പുംസഃ ശിഷ്ണ ഉപസ്ഥസ്തു. ഉപസ്ഥഃ തു അതാണ് ഉപസ്ഥസ്തു. പ്രജാത്യാനന്ദനിർവൃതേഃ, ഒറ്റ വാക്ക്. പായുഃ യമസ്യ മിത്രസ്യ പരിമോക്ഷസ്യ നാരദ. അപ്പൊ അതിന്റെ അന്വയം 3 കൂടി ഒരുമിച്ച് അന്വയിക്കാം. നാരദ പ്രായശഃ ക്ഷേമകർമ്മണാം ലോകപാലാനാം
ബാഹവഃ ഭൂഃ ഭുവഃ സ്വഃ ച ഹരേഃ വിക്രമഃ ക്ഷേമസ്യ ശരണസ്യ ച സർവകാമവരസ്യ അപി ചരണഃ ആസ്പദം അപാം വീര്യസ്യ സർഗസ്യ പർജന്യസ്യ പ്രജാപതേഃ പുംസ ശിഷ്ണഃ പ്രജാത്യാനന്ദനിർവൃതേഃ ഉപസ്ഥഃ തു പായുഃ യമസ്യ മിത്രസ്യ പരിമോക്ഷസ്യ. ഇനി അതിന്റെ അന്വയാർത്ഥം നോക്കാം. നാരദ, അല്ലയോ നാരദ, പ്രായശഃ ക്ഷേമകർമ്മണാം മിക്കവാറും ക്ഷേമകർമ്മണാം ക്ഷേമത്തിനുള്ള കർമ്മം ചെയ്യുന്ന ലോകപാലന്മാരുടെ ഉൽപ്പത്തി സ്ഥാനം എന്നുള്ളത് ബാഹവഃ ഭഗവാന്റെ കൈകളാണ് എന്ന് പറയാം. അപ്പൊ ഭഗവാന്റെ കൈകളാണ് ലോകപാലന്മാരുടെ ഉൽപ്പത്തി സ്ഥാനം. പിന്നെയോ ഭൂഹു ഭുവഃ സ്വഃ ച ഭൂലോകം ഭുവർലോകം സ്വർലോകം ഇവയ്ക്ക് ഹരേഹേ വിക്രമഃ ഭഗവാന്റെ വിക്രമൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പദന്യാസത്തെ കുറിച്ചാണ് അവിടെ പറയുന്നത്. ക്രമമായിട്ട് പദവിന്യാസം. ആ 3 അടി എന്ന് പറയില്ലേ, 3 അടി മണ്ണ് നമ്മൾ പറയില്ലേ, അതുകൊണ്ടാണല്ലോ വിക്രമൻ എന്നുള്ള ഒരു പേര് തന്നെ വന്ന ഭഗവാനെ 3 അടി അളക്കുന്നത് കൊണ്ടാണ്. അപ്പം ഭഗവാന്റെ കാൽവയ്പ് അല്ലെങ്കിൽ ആ കാൽവയ്പ് ആശ്രയമാകുന്നു. ഭഗവാന്റെ കാൽവയ്പ് ആശ്രയമാകുന്നു ഈ ഭൂലോകം ഭൂർലോകം സ്വർലോകം എന്നിവയ്ക്ക്. പിന്നെയോ ക്ഷേമസ്യ ശരണസ്യ ച ക്ഷേമം, അതുപോലെ തന്നെ ശരണം, പിന്നെ സർവകാമവരസ്യ അപി എല്ലാ കാമങ്ങളും ആഗ്രഹങ്ങൾക്കും സകലാഭീഷ്ട സിദ്ധി ഇവയ്ക്ക് എന്താണ്? ഭഗവാന്റെ ചരണഃ ഭഗവാന്റെ ശ്രീപാദം ആസ്പദമാണ്. പിന്നെയോ അപാം വീര്യസ്യ സർഗസ്യ അപാം ജലത്തിനും, പിന്നെയോ വീര്യസ്യ വീര്യം രേതസ്സിനും, സർഗസ്യ സൃഷ്ടിക്കും, പർജന്യസ്യ മേഘത്തിനും, പ്രജാപതേഃ പുംസഃ പ്രജാപതിക്കും, പുംസഃ ശിഷ്ണഃ ആസ്പദം ഭഗവാന്റെ വിരാട് പുരുഷന്റെ ശിഷ്ണഃ ഗുഹ്യം ആയിട്ടുള്ള അവയവമാണ് ആസ്പദമായിരിക്കുന്നത്. പിന്നെ പ്രജാത്യാനന്ദ നിർവൃതേഃ ഉപസ്ഥഃ തു. ഈ ഭഗവാന്റെ ഉപസ്ഥം എന്നുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ്? പ്രജാത്യാനന്ദ നിർവൃതേഃ സുഖാനുഭവത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ഉപസ്ഥം എന്ന ഇന്ദ്രിയം ആണ് ആസ്പദം. പായുഃ യമസ്യഃ മിത്രസ്യഃ പരിമോക്ഷസ്യ. അതായത് പായു എന്ന് പറഞ്ഞാല് ഈ ഇത് മലദ്വാരം, ഗുദം എന്ന് പറഞ്ഞാൽ പറയാം, മലദ്വാരം. അത് യമന്റെയും മിത്രന്റെയും ഒക്കെ വിസർജനത്തിന് അത്രയായിട്ട് ആണ് കണക്കാക്കുന്നത് എന്ന് പറയാം. അപ്പം അതിന്റെ പദാർത്ഥം അല്ലെങ്കിൽ അതിന്റെ എന്താണ് വാക്യാർത്ഥമായിട്ട് പറഞ്ഞാൽ, അല്ലയോ നാരദ, ഭഗവാന്റെ കൈകള് എന്ന് പറയുന്നത് പ്രായേണ ലോകത്തിന് ക്ഷേമം ചെയ്യുന്നതായിട്ടുള്ള ലോകപാലന്മാരുടെ ഉൽപ്പത്തി സ്ഥാനമാണ് എന്ന് പറയാം. ലോകപാലന്മാരുടെ ഉൽപ്പത്തി സ്ഥാനം. ഇപ്പൊ ഈ ലോകപാലന്മാരാരൊക്കെയാണ്? ഇന്ദ്രൻ, അഗ്നി, യമൻ, വായു. യമൻ കഴിഞ്ഞാല് നിരുതി കഴിഞ്ഞാല് വരുണൻ കഴിഞ്ഞാല് വായു കഴിഞ്ഞാൽ സോമൻ, പിന്നെ ഈശാനൻ, പിന്നെ മുകളില് ബ്രഹ്മാവ്, താഴെ അനന്തൻ. ഇതാണ് 10 ലോകപാലന്മാരാണ്. കിഴക്ക് ദിക്കില് ഇന്ദ്രൻ, പിന്നെ തെക്ക് കോണില് അഗ്നി, പിന്നെ തെക്ക് വശത്ത് യമൻ, തെക്ക് പടിഞ്ഞാറ് കോണില് നിരുതി, പിന്നെ പടിഞ്ഞാറ് വശത്ത് വരുണൻ, പടിഞ്ഞാറ് വടക്ക് കോണില് ആരാണ്? വായു കോൺ എന്നൊക്കെ പറയും നമ്മള്, വായു. പിന്നെ വടക്ക് വശത്ത് സോമൻ. പിന്നെ ഏതാണ്?
വടക്ക് കിഴക്കേ മൂല ഈശാനൻ, പിന്നെ മുകളില് ബ്രഹ്മാവും, പിന്നെ താഴെ ഊർധ്വലോകം അധോലോകം, അധോലോകത്തില് അനന്തനുമാണ് ലോകപാലന്മാര് എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ള ആ ലോകപാലന്മാരുടെ ഉൽപ്പത്തി സ്ഥാനത്തിന് കാരണം ഭഗവാന്റെ കൈകളാണ്, തൃക്കരങ്ങളാണ് എന്ന് പറയുന്നു. പിന്നെ പറയുന്നത് ഭഗവാന്റെ പദവിന്യാസത്തെ കുറിച്ചാണ്. വിക്രമഹ, ഭഗവാന്റെ കാൽവയ്പ്. ഭഗവാന്റെ കാൽവയ്പ് എന്നുള്ളത് മഹാവ്യാകൃതികളുടെ ഉൽപ്പത്തി സ്ഥാനമാകുന്നു. ഭൂഹു ഭുവഹ സ്വഹ, ഭൂലോകം, ഭുവർലോകം, സ്വർലോകം, ഇതാണ് ഈ വ്യാകൃതികള് എന്ന് പറയുന്നത്. ഇവിടെ ശബ്ദത്തിലൂടെ തന്നെയാണ് ഈ വ്യാകൃതികളും ഉണ്ടായത് എന്ന് പറയുകയാണ് ശരിക്കും. ശബ്ദത്തിൽ കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭഗവാന്റെ ആ മനസ്സിൽ നിന്ന് പൊന്തി വരുന്നതായിട്ടുള്ള ഭൂഹു എന്നുള്ള ശബ്ദത്തിൽ നിന്നും ഭൂമി ഉണ്ടായി എന്നും, ഭുവ എന്നുള്ളത് ഭുവർലോകവും, പിന്നെ സ്വ എന്ന് പറഞ്ഞുകൊണ്ട് സ്വർലോകത്തെയും ഒക്കെ സൃഷ്ടിച്ചു എന്ന് പറയുവിടെ. ഇത് മൂന്നും എന്താണ് ശരിക്ക്? ഓംകാരത്തിന്റെ 3 ഘടകങ്ങളാണ്. അകാരം, ഉകാരം, മകാരം. ഈ 3 ഘടകങ്ങളാണ് ശരിക്ക് ഈ അകാരോകാര മകാരങ്ങൾ. ഏത്? ഈ 3 ഭൂഹു, ഭുവഹ, സ്വഹ എന്നീ ശബ്ദങ്ങളൊക്കെ. ഇപ്പം പ്രണവ സമന്വിതമായിട്ടുള്ള ഈ ഭൂഹു അല്ലെങ്കിൽ ഓം ഭൂ, ഓം ഭുവ, ഓം സ്വ എന്നിങ്ങനെ പ്രണവത്തോടുകൂടി ആ ഇത് 3 കൂടെ ഉച്ചരിച്ചു കഴിഞ്ഞാൽ അതിനെയാണ് മഹാവ്യാഹൃതി എന്ന് പറയും. മഹാവ്യാഹൃതി എന്നുള്ളത് പറയുന്നത് അതിനാണ്. അപ്പം യഥാർത്ഥത്തില് ഈ 3 പാദങ്ങളോടും കൂടിയിട്ടുള്ള ഗായത്രിയോട് ചേർന്നിരിക്കുന്നതാണ് ബ്രഹ്മാവിന്റെ മുഖം എന്ന് പറയും. ശരിക്കും ബ്രഹ്മാവിന്റെ മുഖമാണ് എന്ന സ്മൃതിയിലൊക്കെ കാണാൻ നമുക്ക് സാധിക്കും. മനുസ്മൃതിയിലൊക്കെ കാണിക്കും. ഓംകാര പൂർവികാസ്തിസ്രോ മഹാവ്യാഹൃതയോ അവ്യയാഹ ത്രിപദാ ചൈവ സാവിത്രി വിജ്ഞേയം ബ്രഹ്മണോ മുഖം. ബ്രഹ്മാവിന്റെ മുഖമാണെന്ന് പറയും. ഈ എന്താണ്? ഓം ഭൂ ഭുവ സ്വഹ, ഭുവസ്വ തത്സവിതുർവരേണ്യം ഭർഗോ, അങ്ങനെ അതിന്റെ കൂടെ ഗായത്രി ചൊല്ലിക്കഴിഞ്ഞാൽ അത് ബ്രഹ്മാവിന്റെ മുഖമാണ് എന്ന് സ്മൃതിയിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും എന്ന് പറയാണ്. പിന്നെ അവിടെ ക്ഷേമകർമ്മണാം വിക്രമോ ഭൂർഭുവസ്വശ്ച ക്ഷേമസ്യ ശരണസ്യ ച. ഇനി ഭഗവാന്റെ ബാഹുക്കൾ എന്ന് പറഞ്ഞു. ബാഹുക്കളുടെ അധിഷ്ഠാന ദേവത എന്ന് പറയുന്നത് ഇന്ദ്രനാണ് എന്ന് പറയും. ഇന്ദ്രനാണ് ബാഹുക്കളുടെ, അതായത് നമ്മളുടെ കർമ്മേന്ദ്രിയങ്ങൾ പറയുമ്പോൾ അവിടെ കൈകളുടെ ദേവത എന്ന് പറഞ്ഞാൽ ഇന്ദ്രനാണ് എന്ന് പറയും. അപ്പം ഇന്ദ്രനെ ശരിക്കും എന്താണ്? ഈ ലോകപാലന്മാരുടെ ഒരു ഉപലക്ഷണമായിട്ട് ഗണിക്കണം. അപ്പൊ അങ്ങനെയുള്ള ആ ലോകപാലന്മാരുടെ ഉൽപ്പത്തിക്ക് കാരണമാണ് ഭഗവാന്റെ കൈകൾ. ഇനി ക്ഷേമം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ്. ക്ഷേമം ഇവിടെ എന്താ പറയുന്നത്? ക്ഷേമകർമ്മസ്യ, ക്ഷേമകർമ്മണാം എന്നിവിടെ പറയുന്നില്ലേ? ആ ക്ഷേമം എന്നുള്ളത് ക്ഷേമോ ലബ്ധരക്ഷണം എന്ന ശ്രീധരീയം. ക്ഷേമോ ലബ്ധരക്ഷണം എന്ന് പറഞ്ഞാല് അവിടെ ക്ഷേമ ശബ്ദം എന്നുള്ളത് യോഗക്ഷേമത്തെ പ്രതിനിധീകരിക്കുന്നതാണ് എന്ന് പറയാണ്. യോഗവും ക്ഷേമവും രണ്ടും രണ്ടാണ്. എന്താണ് ഈ യോഗവും ക്ഷേമവും? യോഗക്ഷേമം മഹാമ്യഹം നമ്മൾ പറയല്ലേ. യോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ നമുക്ക് ആവശ്യമുള്ളത് ലഭിക്കാനുള്ളതിനെ സമ്പാദിക്കലാണ് യഥാർത്ഥത്തിലെ യോഗം. ലഭിക്കാനുള്ളതിനെ സമ്പാദിക്കലാണ് യോഗം എങ്കിൽ ക്ഷേമം എന്നുള്ളതോ അത് സംരക്ഷണമാണ്. ഒന്ന് സമ്പാദിക്കലും ഒന്ന് സംരക്ഷണവും. കിട്ടിയതിനെ അല്ലെങ്കിൽ നമുക്ക് ലഭിച്ചതിനെ സംരക്ഷിക്കുന്നത് ക്ഷേമവും, പിന്നെയോ കിട്ടാനുള്ളതിനെ സമ്പാദിക്കുന്നത് അത് യോഗവും.
അതാണ് ലഭിക്കാനുള്ളതിനെ സമ്പാദിക്കുന്നത് യോഗവും, പിന്നെ ലഭിച്ചതിനെ സംരക്ഷിക്കുന്നത് ക്ഷേമവും. അപ്പം യോഗക്ഷേമാർത്ഥം ഈശ്വരം അതിചികിത്സേൽ എന്ന് പറയും. അല്ലെങ്കിൽ പറയാം അലബ്ധസ്യ ലാഭോ യോഗ, ലബ്ധസ്യ പരിപാലനം ക്ഷേമ. ഏത് പറഞ്ഞാലും ഒന്ന് തന്നെ, ഒരുപോലെ. അപ്പൊ യോഗവും ക്ഷേമവും അതാണ് കർമ്മങ്ങള്. പിന്നെ അവിടെ പറഞ്ഞത് എന്തായിരുന്നു? ക്ഷേമകർമ്മണ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ശ്ലോകത്തില് വിക്രമോ ഭൂഭുവസ്വശ്ച ക്ഷേമസ്യ ശരണസ്യ ച സർവകാമവരസ്യാഭി ഹരേശ് ചരണ ആസ്പദം. പിന്നെ പറയുന്നത് നമ്മളുടെ എല്ലാ എന്താണ് എല്ലാത്തിൻ്റെയും വിരാട് പുരുഷന്റെ അല്ലെങ്കിൽ ക്ഷേമത്തിന്റെയും ശരണത്തിന്റെയും സർവ കാമങ്ങൾക്കൊക്കെ വരം നൽകുന്നതിന് വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്യുന്നു? ഭഗവാന്റെ തൃപ്പാദങ്ങളാണ്, ചരണമാണ് ആസ്പദം, ആശ്രയസ്ഥാനം എന്ന് അവിടെ പറയുന്നു. അപ്പം സർവകാമവരസ്യാഭി ഹരേഹേ ചരണ ആസ്പദം. അപ്പം നമ്മളുടെ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തിന് നമ്മൾ ഭഗവാന്റെ തൃപ്പാദങ്ങളെ ആശ്രയിക്കുന്നു, അല്ലേ? നമ്മളുടെ ആഗ്രഹങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിന് നമ്മൾ കൂടുതൽ ഭഗവാനെ ആശ്രയിക്കേണ്ട ഭഗവാന്റെ തൃപ്പാദങ്ങളെ സേവിക്കുകയാണ് വേണ്ടത്. പിന്നെയോ ക്ഷേമത്തിന്, ശരണത്തിന്. ക്ഷേമം എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ഷേമകർമ്മം എന്ന് പറഞ്ഞാൽ അവിടെ ലഭിക്കാനുള്ളത് സമ്പാദിക്കുകയും ലഭിച്ചത് വേണ്ട പോലെ നിലനിർത്തുന്നതുമാണ് ക്ഷേമം. അപ്പൊ അങ്ങനെ അതിനു വേണ്ടിയിട്ട് അതുപോലെ തന്നെ എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടോ അത് സാധൂകരിക്കുവാനും, പിന്നെ ശരണം, നമുക്ക് ആശ്രയം ഒക്കെ, അതിന് വരം കിട്ടുവാനും ഒക്കെ ആയിട്ട് ശ്രീഹരിയുടെ തൃപ്പാദങ്ങളാണ് നമ്മളുടെ ആശ്രയസ്ഥാനം എന്ന് പറയുന്നത്. അപാം വീര്യസ്യ സർഗസ്യ പർജന്യസ്യ പ്രജാപതേഹേ. പിന്നെന്താണ് പറയുന്നത്? വിരാട് പുരുഷന്റെ ജനനേന്ദ്രിയം എന്നുള്ളത് ജലത്തിനും ശുക്ലത്തിനും സൃഷ്ടിക്കും മേഘത്തിനും പ്രജാപതിക്കും ഒക്കെ ഉൽപ്പത്തിസ്ഥാനമാകുന്നു എന്ന് പറയാം. പർജന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മഴ എന്നാണ് പൊതുവെ പറയുന്നെങ്കിലും ഇടിവെട്ടിയ മഴ എന്ന് പറയും. അതാണ് പർജന്യം എന്നുള്ളതിന്റെ പ്രത്യേകത. ഇടിവെട്ടുന്ന മഴയല്ല, മേഘം ഇടിവെട്ടുന്ന മേഘം, അതാണ് മഴമേഘം. ഇങ്ങനെയുള്ളതിനെയാണ് പർജന്യം എന്നവിടെ പറയുന്നത്. അപ്പം അതാണ്. പിന്നെ ഉപസ്ഥം അഥവാ ഗുഹ്യം, അതായത് മലിനം പോകുന്ന മലദ്വാരം എന്ന് വേണമെങ്കിൽ പറയാം. അത് യമനും മിത്രനും ഉള്ള വിസർജന സ്ഥാനവും ആകുന്നു എന്നവിടെ പറയുന്നു. പരിമോക്ഷം എന്ന് പറഞ്ഞാൽ മലവിസർജനം എന്നാണ് അതിന്റെ അർത്ഥം. പരിമോക്ഷം, മാലിന്യങ്ങൾ പുറത്ത് കളയുന്നതായിട്ടുള്ള യമസ്യ മിത്രസ്യ പരിമോക്ഷസ്യ, യമന്റെയും മിത്രന്റെയും വിസർജനത്തിനും ആയിട്ട്, അല്ലെങ്കിൽ അതാണ് അവിടെ പറയുന്നത്. അപ്പൊ അത് അത്രയും ആണ് അതിനകത്ത്. ഈ 6, 7, 8 ശ്ലോകങ്ങളിലൂടെ എന്തൊക്കെയാണ് പറയുന്നത്? ഭഗവാന്റെ കൈകളെ കുറിച്ച് പറയുന്നു. പിന്നെ പ്രായശ ക്ഷേമകർമ്മണം വിക്രമോ, പിന്നെ ഭഗവാന്റെ പദന്യാസം, അതാണ് രണ്ടാമത് പറയുന്നത്. കയ്യ്, പദന്യാസം, പിന്നെ ഭഗവാന്റെ പാദങ്ങള്, പിന്നെ ഭഗവാന്റെ ആപാം വീര്യസ്യ സർഗസ്യ പർജന്യസ്യ പ്രജാപതേഹേ, ഭഗവാന്റെ ജനനേന്ദ്രിയത്തെക്കുറിച്ചും, ജനനേന്ദ്രിയം, പിന്നെ പുംസ ഉപസ്ഥം, ഉദം ഉപസ്ഥത്തെക്കുറിച്ചും, പായു ഉപസ്ഥം, ഇത്രയും ഇന്ദ്രിയങ്ങൾ അല്ലെ ഇത്രയും അവയവങ്ങളെ കുറിച്ച് അവിടെ സൂചിപ്പിച്ചു. ഇതാണ് ഹിംസായ നിരതേർമൃത്യോർ നിരയസ്യ ഗുദസ്മൃത പരാഭൂതേരധർമ്മസ്യ തമസശ്ച അപി പശ്ചിമഃ ഹിംസായാഹ നിരതേഹേ മൃത്യോഹ നിരയസ്യ, പിന്നെ ഗുദഃ സ്മൃതഃ, പരാഭൂതേഹേ അധർമ്മസ്യ തമസഃ
ച അപി പശ്ചിമഃ. ഞാൻ അതിന്റെ അന്വയം നോക്കാം. ഹിംസായാഹ നിരതേഹ മൃത്യോഹ നിരയസ്യ ഗുതഃ സ്മൃതഃ പരാഭൂതേഹ അധർമ്മസ്യ തമസഃ അപി തമസഃ ച അപി പശ്ചിമഃ. എന്താണ്? ഹിംസായാഹ നിരതേഹ മൃത്യോഹോ. ഹിംസായ എന്ന് പറഞ്ഞാൽ ഹിംസ. പിന്നെ നിരതേഹേ, നിരതി എന്ന് പറഞ്ഞാൽ എന്താണ്? പാപദേവത എന്ന് പറയും. പാപദേവത. പിന്നെ മൃത്യോഹോ, മൃത്യു. ഇവയ്ക്കും പിന്നെ നിരയസ്യ, നിരയസ്യ എന്ന് പറഞ്ഞാൽ നരകം, നരകത്തിനും ഒക്കെ ഗുദഹ സ്മൃതഃ, മലദ്വാരം. ഗുദഹ, ഗുദം, അത് ആസ്പദമായിട്ട് കരുതുന്നു, അതിന് കാരണമായിട്ട് ഉൽപ്പത്തി സ്ഥാനമായിട്ട് കരുതുന്നു. പിന്നെ പരാഭൂതേഹേ അധർമ്മസ്യ തമസഃ ച അപി. പരാഭൂതേഹേ പരിഭവം, അധർമ്മം. പിന്നെയോ തമസഃ അജ്ഞാനം, ഇരുട്ട്. ഇവയ്ക്കൊക്കെ പശ്ചിമഃ അതായത് പൃഷ്ഠഭാഗം, പുറകുവശം. പുറകുവശം ആണ്, ഭഗവാന്റെ പുറകുവശമാണ് അതിനൊക്കെ കാരണമായിട്ട് വരുന്നത്. അധർമ്മം അതുപോലെ ഇതൊക്കെ. അപ്പം വിരാട് പുരുഷന്റെ മലദ്വാരം എന്നുള്ളത് എന്തിനെയൊക്കെയാണ് കാണിക്കുന്നത്? ഹിംസ, അലക്ഷ്മി, മൃത്യു, നരകം, ഇതിനൊക്കെ കാരണമാകുന്നു. പിന്നെ ഭഗവാന്റെ പുറകുവശം എന്നുള്ളത്, പൃഷ്ഠഭാഗം എന്നുള്ളത് എന്താണ്? അധർമ്മം, അല്ലെ? പരാഭൂതേഹി, പരാഭൂതേഹി എന്ന് പറഞ്ഞാൽ ശരിക്ക് എന്താ പറയണ്ടേ? അപമാനം എന്നൊക്കെ പറയല്ലേ? പരിഭവം, അപമാനം, അജ്ഞാനം, ഇതിനൊക്കെ ഉൽപ്പത്തി സ്ഥാനമാകുന്നു എന്ന് പറയുന്നു. അതാണ് 9 ശ്ലോകങ്ങൾ വരെയുള്ളത്. അപ്പം വാചാം വന്യേർ മുഖം ക്ഷേത്രം ഛന്ദസാം സപ്തധാതവ ഹവ്യകവ്യാമൃതാന്നാനാം സർവാ ജിഹ്വാ സർവരസസ്യ ച സർവാസൂനാം ച വായോശ്ച തന്നാസേ പരമായനേ അശ്വിനോരോഷധീനാം ച ഘ്രാണോ മോദപ്രമോദയോഃ രൂപാണാം തേജസാം ചക്ഷുർദിവഃ സൂര്യസ്യ ച അക്ഷിണീ കർണൗ ദിശാം ച തീർത്ഥാനാം ശ്രോത്രം ആകാശശബ്ദയോഃ തൽഗാത്രം വസ്തുസാരാണാം സൗഭഗസ്യ ച ഭാജനം ത്വഗസ്യ സ്പർശവായോശ്ച സർവമേധസ്യ ചൈവ ഹി രോമാണ്യുദ്ഭിജ്ജജാതീനാം യേർവാ യജ്ഞസ്തു സംഭൃത കേശസ്മശ്രു നഖാന്യസ്യ ശിലാലോഹാഭ്രവിദ്യുതാം ബാഹവോ ലോകപാലാനാം പ്രായശ ക്ഷേമകർമ്മണാം വിക്രമോ ഭൂർഭുവസ്വശ്ച ക്ഷേമസ്യ ശരണസ്യ ച സർവകാമപരസ്യാപി ഹരേശ്ചരണ ആസ്പദം അപാം വീര്യസ്യ സർഗസ്യ പർജന്യസ്യ പ്രജാപതേഃ പുംസശിഷ്ണ ഉപസ്ഥസ്തു പ്രജാത്യാനന്ദനിർവൃതേഃ പായുര്യമസ്യ മിത്രസ്യ പരിമോക്ഷസ്യ നാരദ ഹിംസായാ നിരതേർമൃത്യോർനിരയസ്യ ഗുദസ്മൃത പരാഭൂതേരധർമ്മസ്യ തമസശ്ചാപി പശ്ചിമ. ഇതാണ് ഇന്ന്. അപ്പം നമ്മൾ ഏകദേശം ആ അംഗങ്ങൾ മുഴുവൻ ഏകദേശമായി എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പം ശരിക്ക് ഭഗവാന്റെ ആ വാക്ക് മുതല്, അല്ലെ, മുഖം മുതല്, മുഖം, അതുപോലെ തന്നെ ജിഹ്വ, പിന്നെ കർണം, അതുപോലെ തന്നെ ശ്രോത്രേന്ദ്രിയം, അല്ലെ, ചക്ഷു, നേത്രഗോളങ്ങള്, ചക്ഷുരിന്ദ്രിയം, പിന്നെ ഭഗവാന്റെ ശരീരം മുഴുവൻ, ത്വക്ക്, അതിനുശേഷം പറഞ്ഞത് പിന്നീട് ഭഗവാന്റെ കൈകള്, പാദങ്ങളുടെ പാദചലനങ്ങൾ രണ്ടും ഉണ്ട് കേട്ടോ. വിക്രമഹ എന്ന് പറഞ്ഞാൽ പാദന്യാസമാണ്, ചരണം എന്ന് പറഞ്ഞാൽ പാദം. അപ്പം പാദങ്ങള്, പാദചലനം,
പിന്നെ ഭഗവാന്റെ ജനനേന്ദ്രിയം, ഉപസ്ഥ പായുവും ഉപസ്ഥവും, പിന്നെ അവസാനം പറഞ്ഞത് ഹിംസായ ബുധം, മലദ്വാരം. ഇങ്ങനെയുള്ള വിരാട് പുരുഷന്റെ ഓരോരോ അവയവങ്ങളും ഓരോന്നോരോന്നായിട്ട് ഓരോന്നിന്റെയും ഉൽപ്പത്തിക്ക് കാരണമാകുന്നു. മനസ്സിലാക്കേണ്ടത് എപ്പോഴും നേരത്തെ ആദ്യം ഞാൻ തുടർച്ചയായി പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ ശരീരത്തിലുള്ള ഓരോ അവയവങ്ങളും ഇതിന് കാരണങ്ങളായിട്ട് നമുക്ക് കൽപ്പിച്ചാൽ അതിനനുസരിച്ച് നമ്മളുടെ അവയവങ്ങളെ നമ്മൾ കർമ്മത്തിന് ഉപകരിപ്പിക്കണം. അപ്പോഴാണ് യഥാർത്ഥത്തിൽ അത് പൂർണ്ണമായിട്ടും ധാർമ്മികമാകുന്നത് എന്ന് ഒക്കെ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കണം എന്ന് പറയാണ്. അപ്പം വീണ്ടും നമുക്ക് അടുത്ത ദിവസവും ബാക്കി ഭാഗങ്ങളൊക്കെ വേണ്ടപോലെ സ്മരിക്കാൻ ഒക്കെ സാധിക്കട്ടെ. ഇതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള തത്വങ്ങളൊക്കെ നമുക്ക് പ്രകാശപൂരിതമായിട്ട് നമ്മളിലേക്ക് എത്തിച്ചേരട്ടെ എന്നൊക്കെ ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ആ സമർപ്പണ ശ്ലോകങ്ങൾ ഒരേ സ്വരത്തിൽ ഒരേ ഭാവത്തിൽ നമുക്ക് ചൊല്ലി ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീശാഃ ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. സത്യം പരം ധീമഹി സത്യം പരം ധീമഹി സത്യം പരം ധീമഹി.